സോ ഗൈസ്, ഞാൻ റീമയോട് ചെറിയൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. റീമയ്ക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. റീമ, ഇതുവരെ ഞാൻ 10 ബ്രിട്ടീഷുകാരോട് സംസാരിച്ചു. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പറയാം? As of now, I've talked to 10 Brits. ഒരു ഒരാഴ്ച മുമ്പ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതുപോലെ തന്നെ പറഞ്ഞല്ലോ. കാരണം ആസ് ഓഫ് നൗ ഈ ഒരു വാക്ക് കുറെ ആൾക്കാർ തെറ്റിച്ച് ഉപയോഗിക്കുന്നുണ്ട് നമ്മളിൽ. എന്താ സംഭവം നോക്കാം. ഇവിടെ വേണ്ടത് ആസ് ഓഫ് നൗ അല്ല, സോ ഫാർ ആണ്. സോ ഫാർ ഐ ഹാവ് ടോക്ക് ടു 10 ബ്രിറ്റ്സ് ആണ്. അപ്പോൾ ഈ ആസ് ഓഫ് നൗവിൻ്റെ അർത്ഥം എന്താ? ആസ് ഓഫ് നൗവിൻ്റെ അർത്ഥം ഇപ്പോഴും ഇനി മുതലും, അല്ലാതെ ഇതുവരെ എന്നല്ല. ഫ്രം നൗ ഓൺ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ആസ് ഓഫ് നൗ ഐ എം റെഡി ടു ഷൂട്ട് വീഡിയോസ്. അപ്പോൾ ഞാൻ റെഡിയാണ് ഇനി മുതൽ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആസ് ഓഫ് നൗ വിൽ യൂസ് ഐഫോൺ ടു ഷൂട്ട് വീഡിയോസ്. മനസ്സിലായോ? ഇനി മുതൽ ഞാൻ ഐഫോൺ വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി 2 എക്സാമ്പിൾസ് മുമ്പ് പറയും. As of now, the schools are operating online. അതെ, ഇനി മുതൽ സ്കൂൾസ് ഓൺലൈനായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. Correct sentence. As of now, the dogs are not allowed inside the house. ഇനി മുതൽ വീട്ടിൽ നായ്ക്കളെ കയറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിക്കാം. കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യാനുമായിട്ട് Click the link. English House. English at your fingertips.